ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ഒരുപാട് ദൈവങ്ങളുമുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അദ്ദേഹം ദൈവപുത്രനാണ്. മനുഷ്യനായിട്ട് ജനിച്ച ദൈവപുത്രൻ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇറ്റലിയിലെ പാദ്വ സർവകലാശാല, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ സർവകലാശാലയുടെ പേര്. എന്തായാലും ഒരു ഇറ്റലിയിലെ സർവകലാശാലയാണ്. ഈ സർവകലാശാലയിലെ ഗവേഷകർ 2026 മാർച്ചിൽ ഒരു പുതിയ ഗവേഷണ റിപ്പോർട്ട്, ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിടുന്നു. ടൂറിൻ ആവരണം എന്ന് അറിയപ്പെടുന്ന, യേശുവിൻ്റേത് എന്ന് വിശ്വസിക്കപ്പെടുന്ന വസ്ത്രം, ആ വസ്ത്രത്തിലെ DNA പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളാണ് ഈ ഗവേഷകർക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ ഇന്ത്യൻ വംശജരുടെ DNA ആണ് ഏറ്റവും അധികം കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ ആവരണത്തിൽ നിന്ന് ശേഖരിച്ച പൊടിപടലങ്ങളിലും നൂലുകളിലും നടത്തിയ പരിശോധനയിൽ ഏകദേശം 40% ഹ്യൂമൻ DNA-യും ഇന്ത്യൻ വംശജരുടേതാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ദക്ഷിണേഷ്യയിൽ സാധാരണയായി കണ്ടുവരുന്ന ഹാപ്ലോ ഗ്രൂപ്പുകളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ DNA ആണ് ജീസസ് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന വസ്ത്രത്തിൽ 40%-ലധികവും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം എന്തെന്ന് പറയുന്നത്, ഈ വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്തിയ സസ്യങ്ങളുടെയും ആനിമൽസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള DNA-കൾ അടക്കം ഇതെല്ലാം ഇന്ത്യയിലുള്ള സസ്യങ്ങളുടെയും ആനിമൽസിന്റെയും DNA-കളാണ് ഏറ്റവും അധികം. അപ്പൊ ഇത് ശരിക്കും ഗവേഷകരെയും ലോകമൊട്ടാകെയുള്ള മനുഷ്യരെയും കുഴക്കിയിരിക്കുകയാണ്. ചില ആളുകൾ ഇതിനോടകം ചോദിച്ചു തുടങ്ങുകയാണ്, ജീസസ് ഒരു ഇന്ത്യൻ വംശജനാണോ? കാരണം ഒരു 2000 വർഷം മുമ്പ് വരെയുള്ള ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് അക്കാലത്തെ ഏറ്റവും സമൃദ്ധമായ ഒരു പ്രദേശമായിരുന്നു. അത് അറിവിന്റെ കാര്യത്തിലാണെങ്കിലും വിശ്വാസങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അന്നത്തെ ഏറ്റവും സമൃദ്ധമായ ഒരു നാടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ DNA-യുടെ സാന്നിധ്യം ജീസസ് ഒരു ഇന്ത്യൻ വംശജനാണോ എന്ന തരത്തിലേക്ക് പോലും ചർച്ചകൾ കൊണ്ടുപോവുകയാണ്. പക്ഷെ നമ്മൾ നേരിട്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് പകരം ഇതിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഈ 40%-ലധികം ഹ്യൂമൻ DNA ആണ് ഇന്ത്യൻ വംശജരുടേത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഒരു 2000 വർഷം മുമ്പത്തെ ഒരു കാര്യമാണല്ലോ. ഈ 2000 വർഷം മുമ്പത്തെ കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേ വസ്ത്രത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഉള്ള ചില, അല്ലെങ്കിൽ മറ്റ് രാജ്യം എന്ന് പറയുന്നതിന് പകരം മറ്റു പ്രദേശങ്ങളിലുള്ള ചില DNA സാമ്പിൾസും കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റ് റീജിയൻ, ഉത്തരാഫ്രിക്ക, പ്രത്യേകിച്ച് ഈജിപ്റ്റ്, പിന്നെ യൂറോപ്പിന്റെ ഭാഗങ്ങൾ, ഗ്രീസ് അടക്കമുള്ള യൂറോപ്പിന്റെ ഭാഗങ്ങൾ, ഇവിടെ നിന്നുള്ള ചില ജനിതക സൂചനകളും ഈ തുണിയിൽ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദക്ഷിണേഷ്യയിൽ നിന്നുള്ള DNA സാമ്പിൾസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. 40-50% വരെ ഉണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഗ്രൂപ്പുകളുടെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ഗോത്ര വിഭാഗങ്ങളുടേതിന് സമാനമായിട്ടുള്ള ജനിതക സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മിഡിൽ ഈസ്റ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20%-ഓളം മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലുള്ള ജനവിഭാഗങ്ങളുടെ DNA സാമ്പിൾസ് ഉള്ളതായിട്ട് കരുതപ്പെടുന്നു. മാത്രമല്ല ഉത്തരാഫ്രിക്ക അല്ലെങ്കിൽ ഈജിപ്റ്റ് പോലുള്ള പ്രദേശങ്ങളിൽ 10% മുതൽ 15% വരെയുള്ള DNA സാന്നിധ്യം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യൂറോപ്പിലേത് ഏകദേശം 10 മുതൽ 15% വരെ യൂറോപ്പിലെ ജനിതക സാമ്പിൾസും അല്ലെങ്കിൽ മുദ്രകളും ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായിരിക്കാം ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം? ജീസസിൻ്റെത് എന്ന് കരുതപ്പെടുന്ന വസ്ത്രത്തിൽ എങ്ങനെയാണ് ഇന്ത്യൻ DNA സാമ്പിൾ ഇത്രയും കൂടുതൽ വരുന്നത്? മറ്റ് പ്രദേശങ്ങളിലെ DNA സാമ്പിളുകൾ കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇതിൽ ഉണ്ടാവുന്നത്? അപ്പൊ ഇതിൽ പല കാര്യങ്ങൾ ഇപ്പോൾ ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ഈ ആവരണം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നൂല് പുരാതന ഇന്ത്യയിലെ സിന്ധു നദീതട പ്രദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാവാം. സിന്ധൻ എന്ന വാക്ക്, ഗ്രീക്ക് വാക്ക്, ഇന്ത്യയിൽ നിന്നുള്ള മികച്ച തുണി എന്നൊരു അർത്ഥം കൂടിയുണ്ട്. പക്ഷെ അതിനകത്തൊരു കുഴപ്പം, സിന്ധു നദീതട സംസ്കാരം 2000 വർഷം മുമ്പ് നിലനിന്നിരുന്നില്ല. ഏകദേശം 4000-5000 വർഷം മുമ്പാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. 2000 വർഷം മുമ്പത്തെ നമ്മുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൗര്യ സാമ്രാജ്യം, അല്ലെങ്കിൽ ഉജ്ജയിൻ ആസ്ഥാനമായിട്ടുള്ള വിക്രമാദിത്യന്റെ സാമ്രാജ്യം, അല്ലെങ്കിൽ ഗുപ്ത സാമ്രാജ്യം, അല്ലെങ്കിൽ സിദ്ധ്യന്മാരുടെ സാമ്രാജ്യങ്ങളൊക്കെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. മറിച്ച് ഈ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഏകദേശം 5000 വർഷം മുമ്പത്തെ ഒരു സംസ്കാരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാദത്തിന് എത്രത്തോളം നിലനിൽപ്പുണ്ട് എന്നത് വഴിയെ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് ഈ തുണി, ഈ ജീസസിൻ്റെതെന്ന് പറയുന്ന തുണി നൂറ്റാണ്ടുകളായിട്ട് പല ദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും അനേകം ആളുകൾ അത് സ്പർശിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരും വ്യാപാരികളും ഒക്കെ ഇനി ഇതിൽ സ്പർശിച്ചത് കൊണ്ടാകുമോ ഇന്ത്യൻ DNA ഇതിൽ കലർന്നത് എന്ന ഒരു വിഭാഗം ഗവേഷകര് സംശയം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു തുണിയുടെ ചരിത്രം പരിശോധിച്ചാൽ എന്നാണ് ഈ തുണി കണ്ടെത്തപ്പെട്ടത്?
ഈ ടൂറിൻ ആവരണത്തിന്റെ ചരിത്രരേഖ പരിശോധിച്ചാൽ ഔദ്യോഗികമായിട്ട് ഇത് ലോകത്തിന്റെ മുന്നിൽ വരുന്നത് 14ാം നൂറ്റാണ്ടിലാണ്. 14ാം നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ 1353 ഫ്രാൻസില് ലിറേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ തുണി ആദ്യമായിട്ട് പ്രദർശിക്കപ്പെടുന്നത്. ഇത് 1578 ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അത് ഇറ്റലിയിൽ തന്നെയാണ്. 448 വർഷത്തോളമായിട്ട് ഇത് ഒരേ സ്ഥലത്ത് തുടരുകയാണ്. അപ്പൊ ഈ 14ാം നൂറ്റാണ്ടിന് മുൻപ് ഈ തുണി എവിടെയായിരുന്നു എന്നതിന് വ്യക്തമായ ചരിത്ര രേഖകളുമില്ല. എങ്കിലും ഗവേഷകർ വിശ്വസിക്കുന്നത് 1ാം നൂറ്റാണ്ടിൽ ചിലപ്പോൾ ജെറുസലേമിൽ ഉണ്ടായിരുന്നിരിക്കാം, 6ാം നൂറ്റാണ്ട് വരെ ചിലപ്പോൾ തുർക്കിയിൽ ഉണ്ടായിരുന്നിരിക്കാം, 1204 കുരിശ് യുദ്ധം വരെ ഇത് അവിടെ തുടർന്നിരിക്കാം എന്നൊക്കെ കരുതപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിനകത്തൊരു കുഴപ്പം, ഇതിലെവിടെയും ഇന്ത്യയിൽ ഈ തുണി ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല. ഇപ്പൊ ഇന്ത്യൻ DNA അതിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇന്ത്യയിൽ ഈ തുണി ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ത്യക്കാർ സ്പർശിച്ചത് കൊണ്ടാകണമെന്നാണല്ലോ ശാസ്ത്രജ്ഞരിൽ ഒരു വിഭാഗം പേര് പറയുന്നത്. ഈ 1200കളിലും 300കളിലും ഒന്നും ക്രിസ്ത്യാനിറ്റി ഈ കാണുന്ന രൂപത്തിലൊന്നും പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല, വിശേഷിച്ച് ഇന്ത്യയിൽ. അന്നത്തെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ പ്രധാന മതങ്ങൾ എന്നൊക്കെ പറയുന്നത് ഹൈന്ദവ മതവിശ്വാസങ്ങളും ബുദ്ധ മതവിശ്വാസങ്ങളും മാത്രമാണ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് അന്ന് ഈ തുണി കാണാൻ വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ജനപ്രവാഹമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇത് കൈമറിഞ്ഞു വന്നു എന്നതിലും, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സ്പർശനത്തിലൂടെ അതിൽ ഇന്ത്യൻ DNA വന്നു എന്ന് പറയുന്നതിനകത്തും യാതൊരു അടിസ്ഥാനവുമില്ല. അതിനുള്ള പോസിബിലിറ്റി 1300കളിലും 200കളിലും കുറവാണ്. പിന്നെ ഉള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ഇന്ത്യക്കാരുടെ DNAയും സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അടക്കം DNAയും ഇന്ത്യയിലുള്ള സസ്യങ്ങളുടെ അടക്കം DNAയും കണ്ടെത്തിയത് കൊണ്ട് ചിലപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഇന്ത്യയിലായിരിക്കാം. ആ ഒരു പോസിബിലിറ്റി വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് വരെയും മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും സമൃദ്ധമായ നാടുകളിൽ ഒന്ന് തന്നെയായിരുന്നു ഇന്ത്യ. മുഗൾ സാമ്രാജ്യ കാലത്തും ഇന്ത്യയുടെ GDP ഷെയർ 25 to 30% ഇടയിൽ ഉണ്ടായിരുന്നു വേൾഡിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ മാത്രം ഷെയർ. അപ്പൊ അത്രയും സമ്പന്നമായിരുന്നു ഇന്ത്യ. ഇനി മുഗൾ സാമ്രാജ്യം വരുന്നതിന് മുമ്പ്, ഇസ്ലാമിക അധിനിവേശം ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ത്യയുടെ GDP ഷെയർ എന്ന് പറയുന്നത് 30 to 40% ഇടയിലായിരുന്നു വേൾഡിൽ. അപ്പോൾ ആ തരത്തിൽ പരിശോധിക്കുമ്പോൾ 2000 വർഷം മുമ്പ് എന്ന് പറയുന്നത് ഇന്ത്യ ഏറ്റവും സമൃദ്ധമായ നാടാണ്. അന്ന് ഈജിപ്തിലെയും റോമിലെയും അല്ലെങ്കിൽ യൂറോപ്പിലെയും ഒക്കെ മനുഷ്യന്മാരിൽ രാജാക്കന്മാരും സമ്പന്നരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്ന് നെയ്ത് കൊണ്ടുപോകുന്ന തുണിത്തരങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു. അന്ന് യൂറോപ്പുമായിട്ടും മിഡിൽ ഈസ്റ്റുമായിട്ടും ഒക്കെ വലിയ രീതിയിലുള്ള വ്യാപാര പാതകൾ നിലനിന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത മൗര്യ സാമ്രാജ്യ കാലഘട്ടം, അശോക ചക്രവർത്തിയുടെ കാലത്തും പിന്നീടുണ്ടായ നമ്മുടെ വിക്രമാദിത്യന്റെ കാലഘട്ടത്തിലുമൊക്കെ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്, അത് മിഡിൽ ഈസ്റ്റിലേക്കും ഈജിപ്തിലേക്കും യൂറോപ്പിലേക്കും അടക്കം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വ്യാപിച്ചു കിടന്നിരുന്ന ഒന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കാലത്തെ വ്യാപാരമൊക്കെ വളരെ ശക്തമായിട്ടുണ്ടാകും. അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ടും ഇവിടെ നിന്ന് ധാരാളം അങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു തുണി ഒരു പക്ഷേ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോവുകയും അത് ജീസസ് ഉപയോഗിക്കുകയും ചെയ്തിരിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഇത് സത്യമാണെങ്കിൽ, ഞാൻ ഇതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വീഡിയോയ്ക്കകത്ത് പറയാം. എന്ന് വെച്ചാൽ ഇത് ജീസസിൻ്റെത് തന്നെയാണെങ്കിൽ അങ്ങനെ ജീസസ് ഉപയോഗിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അപ്പോഴും 50% ഇന്ത്യൻ DNA അതിൽ നിന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടണമെന്ന് പറയുമ്പോൾ അതത്ര ലളിതമല്ല. വളരെ വളരെ ഇന്ത്യയുമായിട്ട് അടുത്ത ഒരു ബന്ധം ഏതോ കാരണത്താൽ അതിനകത്തുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരുണ്ടാക്കി എന്നതുകൊണ്ടോ ഇന്ത്യയിൽ വെച്ച് ഉണ്ടാക്കി എന്നതുകൊണ്ടോ 50% വരെ ഇന്ത്യൻ DNA ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം അതിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ജീസസ് ഇനി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. ജീസസിന്റെ 12 വയസ്സ് മുതൽ 30 വയസ്സുള്ള ഒരു കാലഘട്ടം നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ്. ആ കാലത്ത് ജീസസ് ഇന്ത്യയിലേക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അന്ന് അറിവിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയാണ്, സമ്പന്നമാണ്, വളരെ വലിയ സംസ്കാരങ്ങൾ, അറിയപ്പെട്ടിരുന്ന സംസ്കാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, കാഴ്ചകൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അറിവിനെ തേടുന്ന ഒരു മനുഷ്യൻ ഉറപ്പായും എത്തിച്ചേരുന്ന ഒരു ഇടമായിരിക്കും അന്നത്തെ ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് ജീസസ് ഇന്ത്യയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ വന്ന് ഇവിടെ അദ്ദേഹം കുറെ കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വസ്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ പ്രത്യേകിച്ച് ജീസസിന്റെ ടീച്ചിങ്ങിൽ സാധാരണ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കാര്യം എടുത്താൽ അദ്ദേഹത്തിന്റെ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല് ഇന്ത്യൻ സ്റ്റൈലുമായിട്ട് വളരെ ഡിഫറൻ്റ് ആണ്. മുഹമ്മദ് നബിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു അറേബ്യൻ സാഹചര്യത്തിൽ നിന്നുള്ള ഒരു ടീച്ചിങ്ങും അറേബ്യൻ സിറ്റുവേഷൻ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളും ഒക്കെയാണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നബി ഇന്ത്യയിൽ വന്നിട്ടാണ് അവിടെ പോയി തിരിച്ചിതെല്ലാം പറഞ്ഞത് എന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല.
ജീസസിന്റെ കാര്യത്തിൽ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധിസ്റ്റ് ആശയങ്ങളുമായിട്ട് വളരെ അടുത്ത ഒരു സിമിലാരിറ്റി ഉണ്ട് ക്രിസ്ത്യാനിറ്റിക്ക്. അഹിംസ ഉൾപ്പെടെയുള്ള കാര്യം, സ്നേഹം, അല്ലെങ്കിൽ കർമ്മം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭയം, അല്ലെങ്കിൽ ഈ വേദിക് കൾച്ചറുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട്. വേദിക് കൾച്ചറിൽ ഞാനാകുന്നു എന്നൊക്കെ പറയുന്ന അതേ ടോണിലാണ് ഈ ജീസസിന്റെ ടീച്ചിങ്സ് പലതും നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ പിന്നീട് സംസാരിക്കാം. അപ്പോൾ ജീസസിന്റെ ആ ഒരു അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന അറിവ് അത് ഇന്ത്യൻ അഹിംസയുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട്. വിശേഷിച്ച് ബുദ്ധിസവുമായിട്ട് കൂടുതൽ സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇന്ത്യയിൽ വന്നു പോകാനുള്ള ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ ഇവിടെ കുറെ കാലം ജീവിക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. അവസാനമായിട്ട് ഇനി ജീസസ് ഒരു ഇന്ത്യക്കാരനായിരിക്കുമോ എന്നൊരു ചോദ്യം, ജീസസ് ഒരു ഇന്ത്യൻ വംശജനാണോ എന്ന ചോദ്യം, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്ത്യയിൽ നിന്ന് ധാരാളം സന്യാസിമാര് പുരാതന കാലത്ത് ലോകത്തൊട്ടാകെ പോയിട്ടുണ്ട്. ബോധിധർമ്മൻ 5-ാം നൂറ്റാണ്ടില് ദക്ഷിണേന്ത്യയിൽ നിന്ന്, അതായത് പല്ലവ രാജവംശത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം, ദക്ഷിണേന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോയി. അവിടെ സെൻ ബുദ്ധിസത്തിന് അടിത്തറയിട്ടത് ബോധിധർമ്മനാണ്. ഷാവോലിൻ കുംഫുവിന്റെ പിതാവും അദ്ദേഹമാണ്. പത്മസംഭവൻ 8-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജനിച്ച് ടിബറ്റിലേക്ക് പോയി. ടിബറ്റൻ ബുദ്ധിസത്തിന്റെ സ്ഥാപകനായിട്ട് അദ്ദേഹമാണ് മാറിയത് പത്മസംഭവൻ. അതീശ ദീപശങ്കരൻ ബംഗാളിൽ ജനിച്ച് 10-ാം നൂറ്റാണ്ടിൽ ടിബറ്റിലേക്ക് പോയി. ബുദ്ധമതം, ടിബറ്റിലെ ബുദ്ധമതത്തിലെ നവീകരണത്തിൽ അദ്ദേഹമാണ് പങ്കുവഹിച്ചത്. കുമാരജീവ കാശ്മീരിൽ ജനിച്ച് ചൈനയിലേക്ക് പോയ പ്രമുഖ ബുദ്ധ സന്യാസിയാണ്. സംസ്കൃത ഗ്രന്ഥങ്ങൾ ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ ഇദ്ദേഹമാണ് വലിയ പങ്കുവഹിച്ചത്. അടുത്തത് ബോധിസേനനാണ്. 8-ാം നൂറ്റാണ്ടില് ജപ്പാനിലെത്തിയ ദക്ഷിണേന്ത്യക്കാരനായിട്ടുള്ള ഒരു ബ്രാഹ്മണ സന്യാസിയായിരുന്നു ബോധിസേനൻ. ജപ്പാനിലെ പ്രശസ്തമായ തോഡൈജി ക്ഷേത്രത്തിലെ ഭീമാകാരമായ ബുദ്ധ പ്രതിമയുടെ കണ്ണു തുറക്കൽ കർമ്മം നിർവഹിച്ചത് ഇദ്ദേഹമാണ്. ജപ്പാനിൽ സംസ്കൃതം പഠിപ്പിക്കാനും ഇദ്ദേഹമാണ് മുൻകൈയെടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ കൊറിയയിലേക്ക് പോയ മറ്റൊരു സന്യാസിയാണ് മാലാനന്ദ. 4-ാം നൂറ്റാണ്ടില് കൊറിയയിലെത്തിയ ഒരു ഭാരതീയ സന്യാസിയാണ്. കൊറിയയിലെ പുരാതന രാജ്യമായിരുന്ന ബെയ്ഗ്ജെ എന്ന രാജവംശത്തിലെ ബുദ്ധമതം ഔദ്യോഗികമായിട്ട് ഇദ്ദേഹമാണ് പരിചയപ്പെടുത്തുന്നത്. കൊറിയയിൽ നിന്ന് 8-ാം നൂറ്റാണ്ടിൽ ഹ്യോചോ എന്ന് പറയുന്ന ഒരു സന്യാസി, ഒരു മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുകയും 10 വർഷം ഇവിടെ താമസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, മെമ്മോയിഴ്സ് ഓഫ് ദ പിൽഗ്രിമേജ് ടു ദ 5 കിങ്ഡംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 5 രാജ്യങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. അത് അക്കാലത്തെ ഇന്ത്യയെക്കുറിച്ച് അറിയാനുള്ള ഒരു പ്രധാന രേഖയാണ്. ഇത് അവിടെ നിന്ന് ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് അറിവ് നേടിയിട്ടുണ്ട് എന്നതിന്റെ മറ്റൊരു തെളിവാണ്. അതുപോലെ തന്നെ മൻക എന്ന് പറയുന്ന ഒരു സന്യാസി 8-ാം നൂറ്റാണ്ടില് ബാഗ്ദാദിലെ ഖലീഫ ഫാറൂൺ അൽ റഷീദിന്റെ കൊട്ടാരത്തിലേക്ക് പോയ ഇന്ത്യൻ വൈദ്യനും പണ്ഡിതനും സന്യാസിയുമാണ്. ഈ മൻകയാണ് സുശ്രുത സംഹിത പോലെയുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ പേർഷ്യൻ, അറബിക് ഭാഷകളിലൊക്കെ വിവർത്തനം ചെയ്യാൻ സഹായിച്ചത്. അതുപോലെ അബ്ബാസിദ് കാലഘട്ടത്തില് ബാഗ്ദാദിലേക്ക് പോയ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് കനക. ഭാരതീയ ഗണിതവും സീറോ ഉൾപ്പെടെയുള്ള സംഖ്യാ സമ്പ്രദായവും അറബ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യയിൽ നിന്ന്, വിശേഷിച്ച് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്നടക്കം ധാരാളം സന്യാസിമാർ, സിദ്ധന്മാര്, തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന സിദ്ധന്മാര്, സിദ്ധ പരമ്പരയിൽ നിന്നടക്കം നിരവധി പേര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുകയും അവിടെയൊക്കെ തന്നെ അവിടുത്തെ സംസ്കാരങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ അക്കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയ ഏതെങ്കിലും ഒരു മഹാനായ മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ശക്തികൾ നേടിയെടുത്ത ഒരു മനുഷ്യനായിരുന്നോ ജീസസ് എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ജീസസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജീസസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഏഷ്യൻ വംശജനാണ്. അദ്ദേഹം ഒരു വെള്ളക്കാരനായിരുന്നില്ല, യൂറോപ്യനായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിൻ്റെത് എന്ന് കരുതുന്ന വസ്ത്രം ഇത് അദ്ദേഹത്തിൻ്റെതാണോ എന്ന് നമുക്കറിയില്ല. ഈ അടുത്ത കാലത്തിന് ഒരു വിവാദമുണ്ടായി. ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ കാർബൺ ഡേറ്റിംഗ് നടത്തിയ സമയത്ത് അത് 1200-കൾക്ക് ശേഷമുള്ള ഒരു വസ്ത്രമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. പക്ഷെ അത് പിന്നീട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് അത് കാർബൺ ഡേറ്റിംഗിൽ വന്ന പിഴവായിരിക്കാം. കാരണം ഇത് പല രീതിയിൽ നശിപ്പിക്കപ്പെട്ട ഒരു വസ്ത്രം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് പിഴവ് സംഭവിച്ചതുമാകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജീസസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വസ്ത്രം തന്നെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ട് എന്തോ ഒരു ബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. വെറുതെ ഒരു ബന്ധമല്ല. ഒന്നുകിൽ അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ വംശജനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നു പോയിരിക്കാം. ബുദ്ധമതവുമായും ഹൈന്ദവ വിശ്വാസങ്ങളുമായും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് നെയ്ത വസ്ത്രങ്ങളായിരിക്കാം അദ്ദേഹം പൂർണ്ണമായും അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയില്ല. ഒന്നുറപ്പാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാലമായ സംസ്കാരം
നിലനിന്നിരുന്നു എന്ന് ജീസസിന് അക്കാലത്ത് അറിയാമായിരുന്നു. അത് ആ കാലത്ത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. കാരണം ഇന്ത്യയെക്കുറിച്ച് അന്ന് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ വളരെ നല്ല രീതിയിൽ അറിയാം. സോളമൻ രാജാവിന്റെ കാലത്ത് അറിയാമായിരുന്നു. അവർക്ക് വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അശോക ചക്രവർത്തിയുടെ കാലം, ജീസസിന് മുമ്പാണ് അശോക ചക്രവർത്തിയുടെ കാലം. അതുപോലെ തന്നെ ജീസസിന്റെ ഏതാണ്ട് അതേ കാലഘട്ടമാണ് വിക്രമാദിത്യന്റെ കാലഘട്ടം എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സാധ്യതകളെല്ലാം തന്നെ ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ കണ്ടെത്തൽ പുതിയ ചർച്ചകൾക്കും പുതിയ ഗവേഷണങ്ങൾക്കും തുടക്കമിടും. തീർച്ചയായും ജീസസിന് ഇന്ത്യയോടുള്ള ഒരു കണക്ഷൻ ഇനിയുള്ള കൂടുതൽ കാലങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ഇന്ത്യൻ അഹിംസ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഒന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ മൂടിവെക്കപ്പെട്ട പല നിഗൂഢതകളും പല വസ്തുതകളും ഭാവിയിൽ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.